ഫിൽട്ടർ നീക്കം ചെയ്ത ടിക്ടോക്ക്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ടിക്ടോക്കിലെ വിവാദമായ ചബ്ബി ഫിൽട്ടർ നീക്കം ചെയ്തു. AI സഹായത്തോടെ യൂസേഴ്സിനെ തടിച്ചുരുണ്ട രീതിയിൽ കാണിക്കുന്ന ഫിൽട്ടറാണ് ഇത്. ഫിൽട്ടർ മോശമായ ഡയറ്റ് കൾച്ചറിന് കാരണമാകുന്നുവെന്നും ശരീരഭാരം സംബന്ധിച്ച് നെഗറ്റീവ് പഴഞ്ചൻ കാഴ്ചപ്പാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം ഫിൽട്ടറുകൾ സാധാരണ ഫീച്ചറാണ്. നിറം വർദ്ധിപ്പിക്കുന്നതിനും കണ്ണുകളുടെയും ചുണ്ടുകളുടെയും ഭംഗി വർദ്ധിപ്പിക്കുന്നതും മാസ്കുകൾ ഉള്ളതുമായ നിരവധി ഫിൽട്ടറുകൾ ഇത്തരത്തിൽ ലഭ്യമാണ്. ഫിൽട്ടർ ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവും എന്ന തരത്തിൽ 2 ചിത്രങ്ങൾ ടിക്ടോക്കിലൂടെ പങ്കുവയ്ക്കാൻ യൂസേഴ്സിനെ സഹായിക്കുന്നതാണ് ചബ്ബി ഫിൽട്ടർ. ഇത് പ്രകാരം യഥാർത്ഥ രൂപവും ഫിൽട്ടർ ഉപയോഗിച്ച ശേഷമുള്ള തടിച്ച രൂപവും പങ്കുവയ്ക്കാനാകും. ഇത് ദോഷകരമായ സൗന്ദര്യ മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നീക്കം ചെയ്യൽ. വിമർശനത്തെ തുടർന്ന് ഫിൽട്ടർ നീക്കം ചെയ്യാനുള്ള ടിക്ടോക്കിന്റെ നിർദ്ദേശത്തെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത്. ടിക്ടോക്കിന്റെ മാതൃകമ്പനിയായ ബൈറ്റ് ഡാൻസിന്റെ വീഡിയോ എഡിറ്റിംഗ് പ്ലാറ്റ്ഫോമായ ക്യാപ്കട്ടിലാണ് ഈ ഫിൽട്ടർ ആദ്യം അപ്ലോഡ് ചെയ്തതെന്ന് കമ്പനി വക്താക്കൾ പറയുന്നു. ക്യാപ്കട്ടാണ് ഇത് അപ്ലോഡ് ചെയ്തതെന്നും അത് ആ പ്ലാറ്റ്ഫോം തന്നെ നീക്കം ചെയ്തെന്നും അവർ പറയുന്നു. ഇതാദ്യമായല്ല ടിക്ടോക്ക് ഫിൽട്ടറുകൾ വിവാദത്തിൽ അകപ്പെടുന്നത്. 2023 പ്ലാറ്റ്ഫോം എഡ്ജ് ഫിൽട്ടർ യൂസേഴ്സിനായി അവതരിപ്പിച്ചിരുന്നു. പ്രായമാകുമ്പോൾ ആളുകൾ എങ്ങനെയിരിക്കുമെന്ന് കാണിക്കുന്നതായിരുന്നു ഇത്. എന്നാൽ അതിനും വലിയ തോതിൽ വിമർശനം നേരിടേണ്ടി വന്നു.